ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിഗ് ന്യൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ പിങ്ക് പാലട പായസം എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതെങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പിങ്ക് പാലട പായസം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് പാലടയാണ് എടുത്തിട്ടുള്ളത്. പാലട വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടാവാനായിട്ട് വയ്ക്കുവാണ്. വെള്ളം ഒന്ന് നല്ല തിളയ്ക്കാറാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പാലട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേറൊരു കുക്കർ എടുത്തു. ഇതിലേക്ക് ഞാൻ ഈ പാൽ ആഡ് ചെയ്യുവാണ്. പിങ്ക് പാലട പ്രഥമന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഏത് പാൽ വേണം എടുക്കാം കേട്ടോ. പശുവും പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബൗളിൽ നമുക്ക് ബാക്കി കുറച്ച് പാലെല്ലാം പറ്റിയിരിക്കത്തില്ലേ, അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുവാണ്. പാലെടുക്കുമ്പോഴത്തേക്കും റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് നമ്മൾ ചൂടാക്കാനായിട്ട് വെക്കരുത്. ഇതിലേക്ക് ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഷുഗർ പൊടിച്ച ഷുഗറാണ് പാലിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ ഫുള്ളായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിൽ ആ ഒരു ഷുഗർ ഒന്ന് മിക്സായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനിതിപ്പോൾ സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് ഗീയും കൂടെ ആഡ് ചെയ്യുവാണ്. ഗീ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കർ ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൽ നിന്ന് വിസിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്ന പാല് ചിലപ്പോൾ പുറത്തോട്ട് വരാനായിട്ട് സ്പ്രെഡായി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ കുക്കറൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഫ്ലെയിം വെക്കുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇടയ്ക്കും വേണം വെക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കുക്കർ അല്ല പാല് നമ്മൾ ഒഴിച്ചേക്കുന്ന കുറേശ്ശെ ചെറിയൊരു ചൂടിൽ അത് നല്ലൊരു പിങ്ക് കളറിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ 1 മണിക്കൂറോളം നമുക്ക് എടുക്കും ഇതൊന്ന് റെഡിയായി കിട്ടാൻ. അപ്പോൾ ഈ 1 മണിക്കൂറിനിടയിൽ ചിലപ്പോൾ കുക്കറിൽ നിന്ന് വിസിലൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വിസിലാണെങ്കിൽ കുഴപ്പമില്ല. 1 വിസിൽ കൂടുതൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക. ഓഫ് ചെയ്തിട്ട് നല്ല കുക്കർ തണുക്കുന്നത് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കണം കേട്ടോ. അട വേവിക്കാനുള്ള വെള്ളം ഇപ്പോൾ ഇവിടെ ചൂടായായിരുന്നേ. അപ്പോൾ ഞാൻ അതിലേക്ക് മാറ്റി വെച്ചിരുന്ന അട ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അട ആൾമോസ്റ്റ് വെന്തായിരുന്നേ. അപ്പോൾ ഞാനത് അതിൽ വെള്ളം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു ചെറിയൊരു ഹോളുള്ള അരിപ്പയിലോട്ട് ഇത് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ചെറിയ ഹോളുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങളിതിനെ അതിൻ്റെ വെള്ളം ഫുള്ളായിട്ടൊന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ അട നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മളിതേപോലെ വെള്ളം മാറ്റിയെടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നമുക്ക് ഓരോ ഇതായിട്ട് നമുക്ക് ആ ഒരു അട വേർതിരിച്ചെടുക്കാൻ പറ്റും. അല്ല നമ്മൾ ഇതേപോലെ തന്നെ ആ ഒരു വെള്ളം കളയാൻ വേണ്ടി ഇതേപോലെ വെച്ചേക്കുവാണെങ്കിൽ അട എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുക്കറിൽ നമ്മൾ പാല് ചൂടാക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നേ. നമ്മളിപ്പോൾ ഗീ ആഡ് ചെയ്യാതെയാണ് ഇത് നമ്മൾ പാല് ചൂടാക്കാൻ വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വിസിൽ വരുവാണ് എങ്കിൽ മിൽക്കെല്ലാം കൂടി പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇപ്പം തന്നെ ആ ഒരു വിസിലടിച്ച സമയത്ത് ചെറുതായിട്ട് കുറച്ച് പോർഷൻ സൈഡിൽ പാല് നിങ്ങൾക്ക് ഇതേപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കറൊന്ന് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാരമൽ സിറപ്പ് റെഡിയാക്കി എടുക്കാം.
കാരമൽ സിറപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല കളർ വേണം, നല്ല പിങ്ക് കളറൊക്കെ നിങ്ങൾക്ക് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്യാം മധുരത്തിനനുസരിച്ച്. അപ്പോൾ എനിക്ക് അത്രയും അധികം മധുരം വേണ്ടാത്തത് കൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളേ. മുന്നേ നമ്മളൊരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെറിയൊരു അടുപ്പിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ ഷുഗർ ചൂടാക്കുന്ന സമയത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് ആ പാനിൽ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. ഷുഗർ ഇപ്പോൾ മെൽറ്റായി വരുന്നുണ്ട് കണ്ടോ, ഒരു ബ്രൗൺ കളറിൽ നമുക്ക് അത് മെൽറ്റായി കിട്ടും ഷുഗർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഷുഗർ നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ആ ഒരു കട്ടിയായിട്ടിരിക്കുന്നതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് നന്നായിട്ട് കട്ടി പിടിച്ചിരിക്കുന്ന ആ ഒരു കാരമൽ സിറപ്പിനെ നമുക്ക് ലിക്വിഡാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പാല് കണ്ടോ ഈ ഒരു ഫോമിലാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കുക്കറൊക്കെ നന്നായിട്ട് തണുത്തത് കൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്തതാണ്. കണ്ടോ ചെറിയൊരു പിങ്കിഷ് കളർ ഈ ഒരു പാലിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മിൽക്ക് വേറൊരു പാനിലോട്ട് മാറ്റുവാണ്. ഇതേപോലെ നല്ല വലിപ്പമുള്ളൊരു പാൻ വേണം എടുക്കാനേ. മിൽക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കാര്യം നമുക്ക് അതിനകത്തിട്ട് ആ ഒരു അടയും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പാലൊന്ന് ചൂടായ പാലായതുകൊണ്ട് ഞാൻ ആ കാരമലൈസ് വെച്ചിരുന്ന ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന അടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഷുഗർ കൂടുതൽ വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ നമ്മൾ കുക്കറിനകത്ത് പാൽ ആഡ് ചെയ്യുമ്പോൾ കൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കാരമലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഷുഗർ കൂടുതൽ ക്വാണ്ടിറ്റിക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പിങ്കിഷ് കളറ് നമ്മൾ ഈ പാലട പായസത്തിന് കിട്ടുമേ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്യുവാണ്. ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇനി ഇത് അരമണിക്കൂറോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കുക. അപ്പോഴേക്കും നമ്മളെ പിങ്ക് പാലട പായസം നല്ല കട്ടിയായിട്ട് വരെ. ഇപ്പം ഇത് നല്ല വെള്ളം പോലെ ആയിരിക്കുന്നത്, ആ പാലിൻ്റെ ഇതിൽ വെള്ളം മാതിരിയായിരിക്കുന്നത്. പിന്നെ ഒന്ന് കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് നിങ്ങൾ കുറുകിയെടുക്കുക. ഒരുപാടങ്ങ് കുറുകരുത്, ആ ഒരു മീഡിയം പരുവത്തിന് ചെയ്തെടുക്കുക. പിങ്ക് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു പായസമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കുക എല്ലാവരും. അതുപോലെ തന്നെ വീഡിയോസിൽ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ആഡ് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.